എല്ലാവർക്കും റഹാസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ക്രിസ്മസ് സ്പെഷ്യൽ പ്ലം കേക്കാണ്. ഇതൊരു എഗ്ലെസ് പ്ലം കേക്കാണ്. ഇതിന് ഓവണും ബീറ്ററൊന്നും ആവശ്യമില്ല. ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും സോക്ക് ചെയ്യാതെ തന്നെ ഈ പ്ലം കേക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. ഇതിനായിട്ട് ഞാനിവിടെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ കിസ്മിസും 2 ടേബിൾ സ്പൂൺ കാഷ്യൂസും 2 ടേബിൾ സ്പൂൺ ഡേറ്റ്സും 3 ടേബിൾ സ്പൂൺ ചെറീസും 3 ടേബിൾ സ്പൂൺ ടൂട്ടി ഫ്രൂട്ടിയും 3 ടേബിൾ സ്പൂൺ ബ്ലാക്ക് റേസിൻസും എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കാവുന്നതാണ്. ഇനി ഒരു പാനിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കാരമലൈസ് ചെയ്തെടുക്കാം. കാരമലൈസ് ചെയ്യുമ്പോൾ ഫ്ലെയിം ലോ ആയിരിക്കണം, അല്ലെങ്കിൽ കരിഞ്ഞ് കയ്പ്പ് രസം ഉണ്ടാകും. ഇതിപ്പോൾ കാരമലൈസ് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. തിളച്ച വെള്ളം ഒഴിക്കുമ്പോൾ ഇത് കട്ട പിടിക്കും, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അത് മെൽട്ടായിക്കോളും. ഇതിപ്പോൾ മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കാഷ്യൂസ് ഒഴികെ ബാക്കിയുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കാം. ഇതിപ്പോൾ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കാഷ്യൂസും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറാനായി മാറ്റിവെക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയും 2 കഷ്ണം പട്ടയും 1 കഷ്ണം ജാതിക്കയും 1 ഗ്രാമ്പൂവും ചേർത്ത് നന്നായി പൊടിച്ചെടുക്കാം. ഇതിപ്പോൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കാം. അതിനായിട്ടൊരു ക്ലീൻ ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി പൊടിച്ച് വെച്ച പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് യോഗurt ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് അരിച്ചു വെച്ച 1/2 കപ്പ് മൈദ കുറേശ്ശെയായി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. 2 ടേബിൾ സ്പൂൺ മൈദ ഇതിൽ നിന്നും മാറ്റി വെക്കണം. ഡ്രൈ ഫ്രൂട്ട് മിക്സ് ഇവിടെ ചൂടാറിയിട്ടുണ്ട്. ഇനി ഇത് ബാറ്ററിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് ഈ ഡ്രൈ ഫ്രൂട്ട്സ് മിക്സിലേക്ക് നേരത്തെ മാറ്റി വെച്ച 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത്
മിക്സ് ചെയ്ത് ഈ ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ ബാറ്ററിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 ടീസ്പൂൺ വിനീഗറും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. പ്ലം കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബേക്കിംഗ് ടിന്ന് ബട്ടർ പേപ്പർ വെച്ച് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഒരു പാനിൽ ഉപ്പിട്ട് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ ബേക്കിംഗ് ടിന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കാഷ്യൂ നട്ടും വെച്ച് കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ 55 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം ഇതിൽ നിന്നും എടുത്തു മാറ്റാം. ഇത് 2 ദിവസം കഴിഞ്ഞിട്ട് കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി നമുക്കിതൊന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പ്ലം കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. ഇതിൻ്റെ ഉള്ളിൽ നല്ല ടെക്സ്ചർ കിട്ടിയിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റാണ്. ഇതിന് നല്ലൊരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കില്ലേ? അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും മെരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ.